രുദ്ര, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. നമ്മൾ എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത്? വരുൺ, കുറച്ചു സമയം കൂടിയിരിക്കെ. ജെനിൻ ജോണി ഇപ്പൊ വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം. ഇമേജ് ക്രിയേറ്റോ. നമ്മളെ കോമഡി പീസാക്കിയിട്ട് അവര് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? ഞാൻ ഇവരുടെ ഉറക്കം സ്കാരിയാക്കി മാറ്റും. 3 പേരും ഉറങ്ങാൻ പേടിക്കും. ബിഡീസ് ബിഡീസ് മേക്കി ചൂ. വാവ് ജെനി, മായിര കണ്ണു തുറന്ന് നോക്കുമ്പോ അവൾ ഇവിടുന്ന് പേടിച്ച് പാമ്പ കിടക്കും. ഹലോ, ഒന്ന് എഴുന്നേൽക്ക്. വാ, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. ഇതുപോലെ എന്തെങ്കിലും അവർ ചെയ്യുമെന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു. ഇപ്പൊ നമുക്ക് അവരെ കളിപ്പിക്കാം. ആരാടാ നീ? നമ്മുടെ ഏരിയയിലുള്ള ഏതോ ഒരു പയ്യനാണെന്ന് തോന്നല്ലോ നീ. പക്ഷേ നിന്റെ തൃശൂലം അത് എവിടെയാണ്? എനിക്കിതുവരെ കൊമ്പ് മുളിച്ചിട്ടില്ലല്ലോ. നീ ആള് നല്ല ടേസ്റ്റിയാണെന്ന് തോന്നല്ലോ. എന്ന് ഞാൻ നിന്നെ തിന്നിട്ടാണ് എന്റെ വിശപ്പ് അടക്കാൻ പോകുന്നത്. ഈ ഗോസ്റ്റ് എവിടുന്ന് വന്ന്? ജോഡി, നീയാണോ അയച്ചത്? ഞാൻ എന്തിനാ അയക്കുന്നേ? നമ്മുടെ ഗോസ്റ്റ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. എന്ന് വെച്ചാ ഇതിപ്പോ റിവേഴ്സ് ആയി പോയോ? നോ, എന്നെ വിട്ടേക്കൂ. എന്റെ ക്രിയേറ്റർ അവിടെ പതുങ്ങിയിരിപ്പുണ്ട്. ചെന്ന് അവരെ തിന്നോ. മനുഷ്യരാണോ അത്? മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. ഇന്ന് ഞാൻ നിങ്ങൾ 2 പേരെയും തിന്നാൻ പോവുകയാണ്. അവര് നമ്മളെ പഠിപ്പിക്കാൻ വന്നതാ. ഇപ്പൊ അവര് ഇനിയാണ് നമ്മളെ കളി തുടങ്ങാൻ പോകുന്നത്. ഡെവിൾസിനെ ജെനി ജോഡിക്ക് മാത്രം കാണാൻ കഴിയൂ, വേറെ ആർക്കും കാണാൻ കഴിയില്ല. രക്ഷിക്കണേ, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ. ജെനി, അവിടെ ചെന്ന് പതുങ്ങിയിരിക്കാം. എങ്ങോട്ടാ പോയത്? അത് ശരി, അപ്പൊ അവിടെ ഉണ്ടല്ലേ. ഹലോ, എന്താ ഓടി ഓടി തളർന്നു പോയോ? അവൻ നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. എത്ര നേരം നിങ്ങൾ ഓടാൻ പോകുന്നത്? ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ്, ഞങ്ങളെ രക്ഷിക്കൂ. ഡെവിൾ സാറേ, ദയവേത് ഞങ്ങളൊന്ന് വിട്ടേക്ക്. സോറി, ഇനി ഞങ്ങൾ ഒരിക്കലും ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല. സോറി പറഞ്ഞാൽ എന്റെ വയറ് നിറയത്തില്ലല്ലോ. എന്റെ വയറ് നിറയണമെങ്കിൽ നിങ്ങളെ കഴിച്ചാലേ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾ 2 പേരെയും വിഴുങ്ങാൻ പോവുകയാണ്. ടെന്റിൽ കിടന്ന് ഉറങ്ങാൻ ഇവർ 2 പേർക്കും പേടിയാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്ന് ആക്ടിങ് ചെയ്യുന്നത്. ഒന്നും മിണ്ടാതിരിക്കടാ, അവൻ ഞങ്ങളെ തിന്നാൻ വന്നിരിക്ക. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം കളിയാക്കാണോ? ആരെ നിങ്ങൾ തിന്നാൻ പോകുന്നത്? ഞങ്ങൾ നോക്കിട്ട് ആരും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇവര് നമ്മളെ കളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാ. ജെനി, ജോഡി, എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? സർ മജസ്റ്റിക്കോ, അത് പിന്നെ ഞങ്ങളെ ഒരു ടേബിൾ തിന്നാൻ വന്നിരിക്കുക. ഡെവിളോ?
ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു ഡബിളിനെയും കാണുന്നില്ലല്ലോ. ജെനി, ജോഡി, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തെങ്കിലും തമാശ കളിക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കില്ല. അല്ല സാർ മെജസ്റ്റിക്കോ, ഞങ്ങളുടെ ടെന്റിൽ ശരിക്കും ഒരു ഡെവിൾ ഉണ്ട്. അത് ഞങ്ങളെ വിഴുങ്ങാൻ വന്നിരിക്കുക. ഇത്ര നേരം അത് ഇവിടെ ഉണ്ടായിരുന്നു. സോറി സാർ, ഒരുപക്ഷെ ഞങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. ശരി, ഓക്കെ, സാരമില്ല. ധൈര്യമായിട്ടിരിക്കെ. ഡബിൾ എന്നൊരു സാധനമേ ഈ ലോകത്തില്ല. പോയി ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ രുദ്രയെ ഞാൻ വെറുതെ വിടില്ല. കുട്ടികളെ, ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് സോളാർ സിസ്റ്റമിലെ എല്ലാ പ്ലാനറ്റ്സും കുറച്ച് സെക്കൻഡ്സിന് നിരത്തി പിടിച്ച് ഒരേ ലൈനിൽ വന്ന് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സ്പേസിലും അന്തരീക്ഷത്തിലും ഒരുപാട് മാജിക്കൽ റേഡിയേഷൻസ് എമിറ്റ് ആകും. നാച്ചുറൽ എലിമെന്റ്സ് ഔട്ട് ഓഫ് കൺട്രോളിലായിരിക്കും. ഞാൻ പറയുന്നത് ആ സമയത്ത് എല്ലാ കുട്ടികളും അവരവരുടെ ടെൻഷനകത്ത് തന്നെ ഇരിക്കുക. ബിഡീസ് ബിഡീസ് ദേക്കി ചൂ. ഹലോ സ്വീറ്റി, ഈ ടോയ് കൊണ്ടുപോയി മൈരയ്ക്ക് കൊടുക്കുമോ പ്ലീസ്? അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയതാ. ചേച്ചി, ഇന്നാ പിടിച്ച നിങ്ങളുടെ ഡോൾ. അതെ, ഒന്ന് നിക്ക്. മൈര, നിന്റെ അടുത്ത് ജോക്കർ ഡോളൊക്കെ ഉണ്ടോ? എന്റെ പുറകെ വാ, എന്റെ പുറകെ വാ, എന്റെ പുറകെ വരൂ. ചെല്ല്, പറന്ന് ചെല്ല്, ഈ നദിയിലേക്ക് എടുത്ത് ചാട്, ഡൈവ് ചെയ്യ. ചേടാ, ഇതെപ്പോഴാ വന്ന് വീണ്? ആകാശത്ത് നിന്ന് എപ്പോഴാ ജോക്കർ വന്ന് വീഴാൻ തുടങ്ങിയേ? മൈരയും വരുണും അവിടേക്ക് ഇങ്ങനെ പോയത്? ഇത്ര സമയം നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. അല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. അവരെ രണ്ടുപേരെയും ആരാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്? ഈ ഹീപ്നോസിസ് ഡോൾസ് എവിടുന്നാ വന്നത്? സാരി സാർ, ഞാനാ കൊണ്ടുപോയി കൊടുത്തത്. എന്നോട് ജെനി ചേച്ചിയെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത്. ആ ചേച്ചി എന്റെ അടുത്ത് തന്നത്. ജെനി, ജോഡി, നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ തെറ്റാ ചെയ്തിരിക്കുന്നെന്ന് അറിയാമോ? ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, ഇന്നത്തെ ദിവസം എല്ലാ നാച്ചുറൽ എലിമെന്റ്സും അൺപ്രിഡിക്റ്റബിൾ ആയിരിക്കുമെന്ന് പറഞ്ഞില്ലേ? നദിയിലും മാജിക്കൽ വേൾഡ് പൂൾസ് ഉണ്ടാകും. അതിൽ നമ്മുടെ ഒരു മാജിക്കും വർക്കൗട്ട് ആവില്ല. ഒരുപക്ഷെ മൈര, വരുൺ അതിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ അവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുക എന്നത് ഇമ്പോസിബിൾ ആണ്. സോറി സർ മെജസ്റ്റിക്കോ, ഞങ്ങൾ അവരെ വെറുതെ സ്വിമ്മിങ്ങിനാണ് പറഞ്ഞയച്ചത്. ഞാൻ ചെന്ന് മൈര, വരുണിനെ വിളിച്ചുകൊണ്ടുവരാം. രുദ്ര, നീ ഇവിടെ ഉള്ള എല്ലാവരും നോക്കിക്കോ. ജെനി, ജോഡി, കളി തമാശയ്ക്ക് ഒരു ലിമിറ്റ്സ് ഉണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനത്തെ തമാശകൾ ചെയ്യരുത്. മറ്റുള്ളവരുടെ ജീവൻ വെച്ച് ഒരിക്കലും കളിക്കരുത്. ആ രുദ്ര, ഇനി നിന്റെ ഫ്രണ്ട്സിനെ ആർക്കും രക്ഷിക്കാനാവില്ല. നിനക്ക് പോലും പറ്റില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്. Zibaiska Sakum Projecto!
Zubajska, Zubajska, boom, chik, chik, boom. ഞങ്ങളിപ്പോ ഓക്കെയാണ്. ഞങ്ങൾക്ക് എന്താ പറ്റിയത് രുദ്ര? ജെനി, ജോഡി, നിങ്ങൾ രണ്ടുപേരും ചെയ്ത കാര്യമുണ്ടല്ലോ, അത് മെജീഷ്യൻസിന് ഒരിക്കലും ചേരാത്ത കാര്യമാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ മാജിക്കൽ പവേഴ്സ് വെച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അത് തമാശയാക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അമ്മയോട് സംസാരിച്ചേക്കാം. സർ മെജസ്റ്റിക്കോ, പ്ലീസ് അവരോട് ക്ഷമിച്ചേക്കൂ. ക്യാമ്പിൽ നിന്ന് അവരെ പുറത്താക്കിയാൽ പിന്നെ അവർക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടില്ല. ഓൾസ് വെൽ ആൻഡ് എൻഡ്സ് വെൽ. ഐ റിക്വസ്റ്റ് യു സർ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ജെനി, ജോഡി, ഡൈനിങ് ഹാളിലേക്ക് വാ. മാജിക് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ പിടിച്ച ഒരുപാട് ഡിഷസ് നിങ്ങൾക്ക് കഴിക്കാൻ തരാം. ഒറ്റയടിക്ക് എല്ലാം കൂടി തിന്ന് വയറ് വീർത്തു പോകും.